പ്രതിവർഷം 1300 കോടിയിലധികമാണ് സർ. സർ, ബജറ്റിൽ നീക്കിവെക്കുന്ന തുകയേക്കാൾ അധികരിച്ച തുകയാണ് ഓരോ വർഷവും കാരുണ്യ പദ്ധതിക്ക് നൽകുന്നത്. സർ, 25-26 കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ആദ്യഘട്ടമായി 700 കോടി രൂപ അനുവദിക്കുന്നു. സർ, സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 12.74 ലക്ഷം വൈദ്യുതി കണക്ഷനുകളാണ് നൽകിയത്. കഴിഞ്ഞ 8.5 വർഷമായി കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിട്ടില്ല സർ. പുതുതായി 1359.55 മെഗാവാട്ട് വൈദ്യുതി ഈ സർക്കാരിൻ്റെ കാലത്ത് നാം ഉൽപ്പാദിപ്പിച്ചു. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് ഗ്രാമനഗര മേഖലകളായി 20,28,424 കുടിവെള്ള കണക്ഷനുകളാണ് പുതുതായിട്ട് അനുവദിച്ച് നൽകിയത്. സർ, 3 വർഷം കൊണ്ട് 1,80,887 കുടുംബങ്ങൾക്ക് സംസ്ഥാനത്ത് പട്ടയം വിതരണം ചെയ്തു. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ 5.58 ലക്ഷം ഹെക്ടർ ഭൂമി ഡിജിറ്റൽ സർവേയിലൂടെ അളന്ന് തിട്ടപ്പെടുത്തി സർ. രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഈ സംവിധാനം മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനുമായി കേരളത്തിലേക്ക് എത്തി. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള 29,522 കിലോമീറ്റർ റോഡിൽ 17,483.8 കിലോമീറ്ററും BMBC നിലവാരത്തിലേക്ക് ഉയർത്തി. സർ, 100-ലധികം പാലങ്ങൾ നിർമ്മിച്ചു. 180ഓളം പാലങ്ങൾ ഉടൻ പൂർത്തീകരിക്കാൻ പോകുന്നു. സർ, 2025-26 വർഷത്തിൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകൾക്കും പാലങ്ങൾക്കുമായി 3,061 കോടി രൂപ വകയിരുത്തുന്നു. കിഫ്ബിയും റീബിൽഡ് കേരളയും വഴി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറമെയാണിത് സർ. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് 5,04,830 പേർക്ക് പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു. KSRTCക്ക് 3.5 വർഷം കൊണ്ട് ഈ സർക്കാർ നൽകിയത് 6,965 കോടി രൂപയാണ്. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 2.75 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു സർ. കേന്ദ്ര സർക്കാരിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ രാജ്യത്ത് 1ാമതായി നമുക്കെത്താൻ കഴിഞ്ഞു. 15ാം സ്ഥാനത്ത് വന്നു. സർ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ന്യൂനപക്ഷ വിഭാഗ വിദ്യാർത്ഥികളുടെ വിവിധ സ്കോളർഷിപ്പുകൾ നൽകാൻ ഈ സർക്കാർ ചെലവഴിച്ചത് 3,821 കോടി രൂപയാണ് സർ. സർ, ഭാവി കേരളത്തിന് വഴിതെളിക്കാം. സർ, 1-2 പിണറായി സർക്കാരുകൾ ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്ത പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. നവകേരളം സൃഷ്ടിക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള നിരവധി നടപടികൾ ഈ സർക്കാർ കൈകൊണ്ടു. വികസന രംഗത്തും ക്ഷേമരംഗത്തും വൈജ്ഞാനിക മേഖലയിലും ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു. 8 വർഷം കൊണ്ട് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലുണ്ടായ മാറ്റം അവിശ്വസനീയതയോടെയാണ് പലരും നോക്കിക്കാണുന്നത്. സംസ്ഥാനത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി നിരവധി പദ്ധതികൾ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖവും IT രംഗത്തും വ്യവസായ രംഗത്തും ഉണ്ടായ കുതിപ്പും നൽകുന്ന സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തിയും ഒരു പുതിയ സാമ്പത്തിക മേഖല സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം സഞ്ചരിക്കുകയാണ്. സർ, പുതിയ കേരളത്തിൻ്റെ സൃഷ്ടി സംബന്ധിച്ച് വ്യക്തമായ പദ്ധതി സർക്കാരുണ്ട്. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലും ജനസംഖ്യാ ഘടനയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും ലോകമെമ്പാടുമുള്ള മാറ്റങ്ങൾ കേരളീയ പൊതുജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും സൂക്ഷ്മമായി മനസ്സിലാക്കിയാണ് നാം വികസന മുൻഗണനകൾ നിശ്ചയിക്കുന്നത്. കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ ലക്ഷ്യസ്ഥാനമായി മാറ്റുന്നതിനുള്ള സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷങ്ങളിലെ നിരന്തര പരിശ്രമങ്ങൾ അർഹിച്ച ഗുണഫലങ്ങൾ നൽകുകയാണ്. ആഗോള നിക്ഷേപ തലത്തിൽ കേരളം അതിവേഗം അംഗീകാരം നേടുന്നു. സർ, ദാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് മന്ത്രിതല ഉന്നത സമിതി പങ്കെടുത്തത് കേരളത്തിൽ നിക്ഷേപം ആകർഷിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. അടുത്തിടെ നടന്ന വിഴിഞ്ഞം ഇൻവെസ്റ്റ്മെൻറ്റ് കോൺക്ലേവിൽ അവതരിപ്പിച്ച കേരളത്തിൻ്റെ മാരിടൈം ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ടുള്ള പദ്ധതി ആഗോള വ്യവസായ പ്രമുഖരിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് നേടിയത്. സർ, സർക്കാർ സംഘടിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഉന്നത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണ്. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനും ഗവേഷണ ഇന്നൊവേഷൻ പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നവീന സംരംഭങ്ങളിലൂടെ കേരളത്തെ വിജ്ഞാനത്തിൻ്റെ ഒരു ആഗോള കേന്ദ്രമാക്കാൻ കഴിയും.